ചേച്ചി തന്നേരത്തിട്ട് എങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക? ആലോചനയൊന്നുമില്ല. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ സ്വസ്ഥമായിട്ട് ഒരുത്തിലിരുന്നതാ. അല്ലാതെ ചേച്ചി എനിക്ക് ഒരുപാട് ദിവസം ഒരു ഡൗട്ടാ. എന്താ അത്? ഈ ബുക്കുണ്ടല്ലോ, ബുക്കുണ്ട്. നമ്മളിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഇവിടെ PTO എന്ന് എഴുതിയിരിക്കാം. അത് എന്താ മനസ്സിലാകുന്നത്? അടുത്ത പേജ് നോക്ക്. ഇപ്പം ഇങ്ങനെ തിരിച്ചു നോക്കിയാലും ഇതിൽ PTO എന്ന് എഴുതിയിരിക്കും. ഞാൻ ഒരുപാട് ആലോചിച്ച് നോക്കി. എൻ്റെ ബുദ്ധിക്ക് അത് എന്താണ് തെളിവ്? ബുദ്ധി ഉണ്ടെങ്കിലല്ലേ തെളിവാവൂ. അതിന് ഞാനും പറഞ്ഞതേ. അപ്പം അത് എന്താണ് ഒരു പിടികിട്ടുന്നത്? അത് ശരി, ഞാൻ പറഞ്ഞുതരാം. PTO അതിൻ്റെ ഫുൾ ഫോം അല്ലേ അറിയണ്ടേ? അതെ അതെ. PTO എന്ന് പറഞ്ഞാൽ പെറ്റ തള്ളയെ ഓർമ്മിക്കുക. ഇതാണ് PTO അർത്ഥം. ഇപ്പൊ ഇല്ലാത്ത കാര്യങ്ങളാ അത്. പെറ്റ തള്ളയെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്കിൽ PTO എഴുതിയിരിക്കുന്നത്. അപ്പൊ പിള്ളേരെ പഠിക്കുന്നതും അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരി, ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ എന്റെ ബുദ്ധി മനസ്സിലാക്കുക അത്. ഓക്കെ. അപ്പൊ വേറെ ഒരു കാര്യം, ഈ ബുക്ക് എവിടെ ഇരിക്കട്ടെ. അതേപോലെ PP എന്ന് പറയും. ഇപ്പൊ എന്താ എങ്ങനെ ഇരിക്കുന്നത്? BP. അപ്പൊ BP എന്ന് പറഞ്ഞാൽ അതെന്താ? ഈ പിള്ളേര് ഊതുന്നുണ്ടല്ലോ PP. അത് PP. അത് PP. നീ പറയുന്നത് ഏതാ? ഞാൻ അതിനെ പറഞ്ഞേ BP. BP ഒന്നുമില്ല, അതൊരു ജാതി സൂക്കടാണത്. ഒരുമാതിരി രോഗം. ആ രോഗം എന്താണെന്നറിയോ? BP എന്ന് പറഞ്ഞാല് ഭാര്യയെ പേടിക്കുക. ഇങ്ങനെ ഒരു അർത്ഥമുണ്ടോ? അത് ആൾക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതല്ലേടാ, മനസ്സിലായി. ഭാര്യയെ പേടിക്കുക, BP. അതന്നെ. ഭാര്യ വരണമെന്ന് തോന്നുന്നു. ഞാൻ നോക്കിട്ട് ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള BP.